നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി വാഴ്ത്തുപാട്ട്. സെക്രട്ടേറിയറ്റിന് പിന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയെ വാഴ്ത്തി ഗായക സംഘം പാട്ടുപാടിയത്. ഫിനിക്സ് പക്ഷിയായും പടനായകനായും പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്ന വാഴ്ത്തുപാട്ട് തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി വേദിയിൽ ഉണ്ടായിരുന്നില്ല. പാട്ട് പുരോഗമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയത്. ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ പൂവത്തൂർ ചിത്രസേനാണ് ഗാനം രചിച്ചത്. കാവലാൾ എന്ന തലക്കെട്ടിലാണ് വാഴ്ത്തുപാട്ട് എഴുതിയിരിക്കുന്നത്. 100 വനിതാ ജീവനക്കാർ ചേർന്നാണ് ആ ഗാനം ആലപിച്ചത്. ചെമ്പടിക്ക് കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ, ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കുകയായി, തൊഴിലിനായി പൊരുതിയും ജയിലറകൾ നേടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി എന്നിങ്ങനെയാണ് വരികൾ. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വാഴ്ത്തുപാട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തോടെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. വാർത്ത വന്നതല്ലേ, വാർത്തയിൽ വന്നാൽ പിന്നെ ശ്രദ്ധയിൽപ്പെടില്ലേ? ഞാൻ ആ പാട്ട് എന്താണെന്ന് കേട്ടിട്ടില്ല. വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ അതിൽ വല്ലാത്ത അസ്വാസ്ഥ്യം ഉണ്ടാകും എന്നത് ഉറപ്പാണ്. അതിലെനിക്ക് സംശയമില്ല. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തന്നെ സകലമായ കുറ്റങ്ങളും എന്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാകും. അത് അങ്ങനെ കാണേണ്ടതായുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 3 വർഷം മുമ്പ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. 500ഓളം വനിതകൾ പാറശാലയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയിൽ ഇന്ത്യൻ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിമതരാതെ പോരാടിയ ധീര സഖാവാണ് എന്നിങ്ങനെയായിരുന്നു പാട്ട്. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഗാനം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയെ പെടുത്തുന്ന നിരവധി പരാമർശങ്ങളാണ് ഗാനത്തിലുള്ളത്. ചെങ്കൊടിക്ക് കാവലായി എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് ഉദ്ഘാടന വേദിയിലേക്ക് മുഖ്യമന്ത്രി കടന്നു വന്നത്. അശരണരെ താങ്ങി നിർത്തുന്ന ഭരണാധികാരിയായാണ് പിണറായി വിജയൻ എന്ന് ഈ ഗാനം രചിച്ച ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ പൂവത്തൂർ ചിത്രസേനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹണി പറഞ്ഞിട്ടാണ് ഈ ഗാനം എഴുതുന്നത്. കേരളത്തിലെ എല്ലാ അശരണരെയും താങ്ങി നിർത്തുന്ന ഭരണാധികാരിയാണ് പിണറായി വിജയൻ. എന്റെ ഒരു കടമയായിട്ടാണ് ഞാൻ ഈ ഗാനം എഴുതിയത്. പുകഴ്ത്തലായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് വരികളിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം കടുത്ത സാമ്പത്തിക പ്രശ്നം നേരിടുമ്പോഴും വീട്ടിൽ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ നമ്മളെയൊക്കെ നോക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു ഗാനം എഴുതിയില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കവിയായി നടന്നിട്ട് എന്ത് കാര്യമെന്നും ചിത്രസേനൻ ചോദിക്കുന്നു. കളിയാക്കലുകൾ കാര്യമാക്കുന്നില്ല. സ്തുതിഗാനമായിട്ടല്ല എഴുതിയത്. അച്ഛൻ 3 മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഞാൻ അറിയാതെ കവിത എഴുതിപ്പോവും. സമരധീര നായകനാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു വരി എഴുതിയത് എന്താണ് തെറ്റ്? മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്ന ഗാനം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. പക്ഷേ അതിൽ വിപ്ലവാത്മകമായ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. എത്ര കളിയാക്കലുകൾ വന്നാലും പ്രശ്നമില്ല, ഞാൻ എഴുതാനുള്ളത് എഴുതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്.